പറഞ്ഞ തന്നെ ധൂർത്തപുത്രന്റെ ഉമ്മ ആദ്യം തൊട്ട് അവസാനം വരെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. പക്ഷെ ഒരു കാര്യം ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പം എന്നാന്ന് വെച്ചാൽ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പം ചെരിപ്പിടിച്ച കാര്യം. അപ്പം എൻ്റെ ചിന്തയിൽ, എൻ്റെ വലിയ ചിന്തയിൽ പോയിട്ടുള്ളത് ധൂർത്തപുത്രൻ തിരിച്ചു വന്ന് കംപ്ലീറ്റ്ലി മാറി പുതിയ വ്യക്തിയായി. അപ്പോൾ എൻ്റെ ചിന്തയിലൊക്കെ ഹീസ് ലൈക്ക് അപ്പോൾ കംപ്ലീറ്റ്ലി ഹോളിയാണ് ഇപ്പോൾ. പക്ഷെ ദൈവത്തിന് അറിയാം നമ്മുടെ ഹ്യൂമൻ നേച്ചർ, ദൈവത്തിന് അറിയാം ഇവൻ പോകുന്ന വഴികൾ ഇനി സ്ലിപ്പറിയാണ്. അപ്പോൾ അവിടെ വീഴാനുള്ള ചാൻസ് ഉണ്ട്, തെന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെരുപ്പിടിച്ച് വിടുന്നു. അത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടും കൂടി ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. പിന്നെ വേറൊരു കാര്യം ബ്രദർ പറഞ്ഞത് ഭയങ്കര സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ വേലക്കാരെ നിർത്തുമ്പം അവർ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ, അവരൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ദ റൈറ്റ് ടു ലൈക്ക് ഡിസ്മിസ് ദം, ബട്ട് യു ക്യാൻ നെവർ ഡിസ്മിസ് യുവർ സൺ ഓർ ഡോട്ടർ. അപ്പോൾ നമുക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്മിസ് ചെയ്യാം. അപ്പം നമ്മൾ ചിന്തിക്കുകയോ ഞാൻ ഇത്രയും ചെയ്തല്ലോ, എൻ്റെ ദൈവം ദൈവത്തിന് എന്നോട് പൊറുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നമ്മുടെ പിള്ളേരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം എത്രയോ വലിയ ദൈവത്തിന് നമ്മളോട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ. താങ്ക് യു.